ഒന്നോ രണ്ടോ പേരോ 100, 1000 പേര് 12,000 പേരെ കോർഡിനേറ്റ് ചെയ്ത് ഇത് ചെയ്യാന്നുള്ള ചെറിയൊരു കാര്യമല്ല. ശരിക്കും ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു ഇതിങ്ങനെ ചെയ്യണം എന്ന് തോന്നിയാലുണ്ടായ ഒരു എലമെന്റ് എന്തായിരുന്നു? ഇത് അവിടെ നിന്നാണ് ഇവരുടെ ഈ സിഇഒസിന്റെ ഒരു വിഷനാണിത്. അപ്പൊ ഞാനും അദ്ദേഹത്തോടൊന്ന് ചോദിക്കുകയുണ്ടായി എന്താണ് ഇതിനുള്ള ഇൻസ്പിറേഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടിയും ഇത് തന്നെയായിരുന്നു. ഇതൊരു നമ്മൾ ഈ കലാരൂപത്തിനും നമ്മുടെ സംസ്കാരത്തിനും നൽകുന്ന ഒരു ട്രിബ്യൂട്ടാണ്. അത് നമ്മുടെ സംസ്കാരം, നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വാല്യൂസ് എല്ലാം പകർന്നു നൽകുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി. ഇത് ഞാൻ മനസ്സിലാക്കിയതാണ്. ആ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം സംരംഭങ്ങൾ ഒരുക്കുമ്പോൾ നമ്മുടെ യുവതലമുറയ്ക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയ പ്രസൻസും എല്ലാം വഴി നമ്മുടെ യുവതലമുറയ്ക്ക് ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ അതിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ വാല്യൂസ് വിളിച്ചു കൊണ്ടുപോകാനായിട്ട് ഇപ്പോഴത്തെ ഏറ്റവും മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുവാൻ സാധിക്കുന്ന, അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു ബ്ലെൻഡായിട്ട് നല്ലൊരു ട്രിബ്യൂട്ട് ഭരതനാട്യം എന്നുള്ള കലാരൂപത്തിനും ഭാരതീയ സംസ്കാരത്തിനുമായിട്ടുള്ള ഒരു ട്രിബ്യൂട്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആ ദിവസം വരെ നമ്മൾ അതിനെ അറ്റംപ്റ്റ് എന്ന് തന്നെ വിളിക്കുന്നുള്ളൂ. അന്നേ ദിവസമാണ് നമുക്ക് അതിൻ്റെ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. അതുവരെ ഇത് ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് ആണ്. സോ അതാണ് ഒരു ട്രിബ്യൂട്ട് നൽകുക. പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു ഗ്രോത്ത് കാണുകയാണല്ലോ. എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് ഇത് വളരെ വ്യത്യാസമാണല്ലോ, ഇത് നമുക്കിത് ഭരതനാട്യം, നമ്മളൊരു ഭരതനാട്യം പ്രാക്ടീഷണർ അല്ലെങ്കിൽ നമുക്കിതിന് ഒരിക്കലും പങ്കെടുക്കാൻ സാധിക്കില്ല. 7 വയസ്സ് മുതൽ ഉള്ള കുട്ടികൾക്ക് പങ്കെടുക്കുവാൻ കഴിയും, പക്ഷെ ആ ഒരു ബേസ് ഇല്ലെങ്കിൽ കഴിയില്ല. അപ്പോഴും അങ്ങനെ ഒരു കലാരൂപം അഭ്യസിക്കണം എന്നുള്ളൊരു ചിന്ത ഒരു തലമുറയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് ആസ് എ ഡാൻസ് പ്രാക്ടീഷണർ ഞാൻ കാണുന്നത്. തീർച്ചയായും സക്സസ്ഫുൾ ആവട്ടെ. അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്.